നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടി ശോഭനയെ കൊത്തിപ്പറിക്കാനിറങ്ങി CPM സൈബർ വെട്ടുകിളിക്കൂട്ടം. കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നടി ഇറങ്ങിയതിൽ കുരുപൊട്ടിയിരിക്കുകയാണ് CPMന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ശോഭന തിരുവനന്തപുരത്തെത്തിയത്. അതേസമയം രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് പ്രതികരിക്കാനില്ലെന്നും ശോഭന പത്രസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിരുന്നു. രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആദ്യം ഞാൻ മലയാളം പഠിക്കട്ടെ, ഇപ്പോൾ ഞാനൊരു നടി മാത്രമാണ് എന്നായിരുന്നു ശോഭനയുടെ മറുപടി. നെയ്യാറ്റിൻകരയിലെ പ്രചാരണ പരിപാടികളിലും ശോഭന പങ്കെടുത്തു. ഇപ്പോൾ താൻ നടിയാണെന്നും മലയാളം പഠിക്കട്ടെ എന്നുമാണ് രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നടി പറഞ്ഞത്. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടുമില്ല. അതിൽ നിന്ന് തന്നെ ഏതാണ്ട് വ്യക്തമാണ് കാര്യങ്ങൾ. ശോഭന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖറിന്റെ റോഡ് ഷോയിൽ നടി പങ്കെടുത്തതോടെ കലിതുള്ളി നിൽക്കുകയാണ് ഇപ്പോൾ CPM. ഇതുവരെ ഒരു വേദിയിലും തന്റെ രാഷ്ട്രീയം എന്താണെന്ന് ശോഭന തുറന്നു പറഞ്ഞിട്ടില്ല. എന്നിട്ടും മോദി വന്ന പരിപാടിക്ക് പോയതിന് ശോഭനയ്ക്ക് സംഘി ചാപ്പ കുത്തിക്കൊടുത്തത് CPM ആണ്. വലിയ വിമർശനം നേരിടേണ്ടി വന്നു നടിക്ക്. എന്നാൽ പിണറായി സർക്കാരിന്റെ കേരളീയം പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ശോഭന നല്ല നടി, മലയാളത്തിന്റെ നടി എന്നൊക്കെയായിരുന്നു. പിന്നീട് മോദി വന്നപ്പോൾ ആ പരിപാടിയിൽ പോയത് CPMനെ പൊള്ളിച്ചത്. ശോഭന അത്ര നടിയൊന്നും അല്ല എന്നായി. പിന്നീട് കൊടുത്ത സ്റ്റേറ്റ് അവാർഡുകളെല്ലാം തിരിച്ചു വാങ്ങിക്ക് പിണറായി എന്ന ട്രോളും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭന തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കും എന്നൊരു അഭ്യൂഹം കൂടി ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. BJP ടിക്കറ്റിൽ ശോഭന മത്സരിക്കുന്നത് CPMനെ പൊള്ളിച്ചു. പിന്നീട് നടി തന്നെ രംഗത്ത് വന്നു പറഞ്ഞു മത്സരിക്കാനില്ല എന്നും ശശി തരൂർ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും തിരുവനന്തപുരത്ത് താൻ മത്സരിക്കാനില്ല എന്നും ശോഭന തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതോടെ സഖാക്കൾ ഒന്ന് തണുത്തതാണ്. ദാണ്ട വീണ്ടും CPMന്റെ കുരു പൊട്ടിച്ച് ശോഭന. രാജീവ് ചന്ദ്രശേഖറിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് വല്ലാത്ത ക്ഷീണമായിരിക്കുകയാണ് CPMന്. ഇതെങ്ങനെ CPM സഹിക്കും? അനാവശ്യ വിവാദമുണ്ടാക്കി ശോഭനയ്ക്കും രാജീവ് ചന്ദ്രശേഖറിനും ഹൈപ്പ് കൊടുത്ത് അവരുടെ വോട്ടിന്റെ എണ്ണം കൂട്ടും ഈ പൊട്ടന്മാർ. ശോഭന വന്നു പോകട്ടെ, അതിനെന്തിനാണാവോ CPMന് പുകച്ചിൽ. കണ്ട ഭാവം പോലും നടിക്കാതിരുന്നാൽ ഉള്ള വിലയെങ്കിലും പോകില്ല. അത് വിട്ട് സൈബർ കൂട്ടം നടിയെ ചൊറിയാൻ ഇറങ്ങിയിരിക്കുകയാണ്. BJPക്ക് വേണ്ടി പ്രമുഖരൊക്കെ പ്രചാരണത്തിന് വരുന്നതാണ് CPMന് പിടിക്കാത്തത്. ശോഭന പോയതിനെ ട്രോളുന്ന ഇവർ പിണറായി വിജയൻ മോദി വരുമ്പോൾ പോയി കുമ്പിട്ട് നിൽക്കുന്നതിനെ ട്രോളാറില്ല. അടുത്ത ദിവസം മോദി വരുമ്പോൾ സ്വീകരിക്കാനും കൊണ്ടാക്കാനും എല്ലാം പിണറായി വിജയൻ ഓടിയെത്തും. കാരണം മകളുടെ കേസ് 18ന്റെ പണിയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മോദിയുടെ കാല് പിടിച്ചേ മതിയാകൂ. ഡബിൾ ചങ്കനെന്ന് അണികൾ തള്ളുന്ന പിണറായി മോദിക്ക് മുന്നിൽ നട്ടെല്ല് വളച്ചു നിൽക്കും. പക്ഷേ ഇതൊന്നും സൈബർ വെട്ടുകിളിക്കൂട്ടം കാണില്ല. കണ്ടാലും പ്രോട്ടോകോൾ ആണെന്ന് പറഞ്ഞ് തടി തപ്പും. മോദിയും പിണറായിയും തമ്മിലുള്ള അന്തർധാര നമുക്കറിയാത്തതൊന്നും അല്ലല്ലോ. മോളെ രക്ഷിക്കാൻ തൃശ്ശൂരും തിരുവനന്തപുരവും BJPക്ക് കൊടുക്കുമെന്ന ആക്ഷേപം വരെയുണ്ട്. വീണയ്ക്ക് വേണ്ടി എന്ത് ഡീലിങ്സിനും പിണറായി തയ്യാറാകും. പാർട്ടിയേക്കാൾ വലുതാണല്ലോ മകൾ. ഏതായാലും ശോഭനയെ തെറി പറയുന്ന കമ്മികൾ കൂട്ടത്തിലുള്ള മോദി ഭക്തരെ ഒന്ന് നന്നാക്കുക.